കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിലപാടാണ്. അതില് സവർക്കറെ എല്ലാ തരത്തിലും മഹത്വവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അത് RSSന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാതെ മഹത്വവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അറിയാവുന്ന കാര്യം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ സുപ്രധാന ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി ഉറച്ചു നിൽക്കാതെ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിട്ട് മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കലാണ്. അതിനാണ് സവർക്കർ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. എന്നാൽ സവർക്കറെ മഹത്വവൽക്കരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ RSS സ്വീകരിച്ചിരുന്നത്. ഇത് മറ്റൊരു വഴിയും അവർക്കില്ല, ഇത്തരൊരു മാർഗം സ്വീകരിക്കലല്ലാതെ. യഥാർത്ഥ ചരിത്രം പറയാൻ പറ്റില്ല. യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞതിനെ കാണേണ്ടി വരും. അന്ന് ചെറുപ്പക്കാരോട് നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ട് വെറുതെ ദുർവ്യയം ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ തയ്യാറായതാണ് RSS. അങ്ങനെയുള്ള RSSനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരോട് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ടിട്ട് പൂർണ്ണ പിന്തുണ, നിങ്ങളിവിടെ തുറന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, നിങ്ങൾ എതിർക്കുകയല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം ഇപ്പോ അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മഹത്വവൽക്കരിക്കാനുള്ള രീതിയിലേക്ക് ചരിത്രം മാറ്റുകയാണ്. അതിന്റെ ഭാഗമായാണ് സവർക്കറെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പൊ അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പുത്തൻ വിദ്യാഭ്യാസ നയം, ആ നയം നമ്മുടെ കേരളത്തില് നടപ്പാക്കാതിരിക്കുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്, UDF ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണണം. അപ്പോൾ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയിരിക്കുന്നുവെന്ന് സംഘപരിവാറുകാർക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിന്റെ ബലത്തിൽ കൂടിയാണ് ഇതുപോലൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്, സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇത് UDF ഗവൺമെന്റിന്റെ ഒത്തുകളിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്ന് കാണുന്നു.